അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓൺലൈനിൽ നിന്ന് മണി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുന്ന ഓപ്ഷൻസ് വളരെ കുറവാണ് ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ. എല്ലാവരും തന്നെ പറയുന്നത് മിക്കവാറും പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് എങ്ങനെ ഒരു പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അവിടെ നിന്ന് ആ വാലറ്റിലേക്ക് അല്ലെങ്കിൽ പേപ്പാലിൻ്റെ വാലറ്റിനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യാം. ദെൻ പേപ്പാലിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ഏത് രാജ്യത്തിലാണോ അക്കൗണ്ടുള്ള അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പേപ്പാൽ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഉള്ളൊരു വാലറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നേരെ ജസ്റ്റ് പേപ്പാലിൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മൾ പേപ്പാലിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ ഓപ്പൺ ചെയ്യാമെന്ന് പേഴ്സണൽ ആണെങ്കിൽ അതിൻ്റെ കുറേ കണ്ടീഷൻസ്, ദെൻ മണി സെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഡെയിലി കാര്യങ്ങൾ, ദെൻ നിങ്ങളുടെ മണി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ സ്മാർട്ട് ഗൈഡൻസ് ഉണ്ട്. ഇനി ബിസിനസ് പേപ്പാലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ്. ഇനി നിങ്ങളൊരു എൻ്റർപ്രൈസ് ആണെങ്കിൽ അത് പേപ്പാലിൽ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെയാണ് പേപ്പാലും എല്ലാ രാജ്യത്തും. ജസ്റ്റ് ഒന്ന് ചെയ്യാനല്ല, നേരെ സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണലാണോ ബിസിനസ്സാണെന്ന് വയ്ക്കും. തൽക്കാലം നമുക്ക് പേഴ്സണൽ ആവശ്യമാണല്ലോ, അപ്പോൾ പേഴ്സണൽ കൊടുത്തേക്കുക. ദെൻ നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി കൊടുക്കുക. ഓൾറെഡി എനിക്ക് മെയിൽ ഐ ഡിയിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ മെയിൽ ഐ ഡി തന്നെയാണ് നമ്മുടെ പേപ്പാലിൻ്റെ ഐ ഡി ആയിട്ട് വരിക. അപ്പോൾ ഞാൻ എൻ്റെ പേപ്പാൽ ഐ ഡി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നേരെ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ എൻ്റെ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വരും എൻ്റെ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്തായാലും അത് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫാക്ടർ എടുക്കുന്ന പറഞ്ഞാൽ ടെക്സ്റ്റ് മെസ്സേജ് പാസ്വേഡ് അടിച്ചാണ് കയറിയത്. നിലവിൽ ഒരു $1 അടുത്ത് എൻ്റെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ ആപ്ലിക്കേഷനല്ല, ഗെയിം കളിച്ച് കിട്ടിയ എമൗണ്ടാണ്. 10.1 USD കാണുന്നെല്ലാം ഗെയിമിംഗ് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന എമൗണ്ടുകളൊക്കെ തന്നെയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഗെയിമിംഗ് ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ പലരും പറയുന്നുണ്ട് എമൗണ്ട് കിട്ടാറില്ല എന്നൊക്കെ, പക്ഷെ അത് കിട്ടുന്നത് തന്നെയാണ്. ഞാൻ അതിൻ്റെ അകത്ത് എൻ്റെ ബാങ്ക് കാർഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാങ്ക് കാർഡ് ആഡ് ചെയ്യുന്നവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ, അങ്ങനെ വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ എൻ്റെ കാർഡ് നിലവിൽ ഇതിൻ്റെ അകത്ത് ആഡായിട്ട് കിടക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫണ്ട് അയക്കാൻ ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കറൻസീസിൻ്റെ കാര്യത്തിൽ റിസീവിങ് പേയ്മെൻറ്റിനെ കുറിച്ച് എന്തോ ഒരു മെസ്സേജ് ഒക്കെ നടപ്പുണ്ട്. കുഴപ്പമില്ല, ഇൻബോക്സ് നോക്കിയാലും ഒരു മെസ്സേജ് ഒക്കെ നടപ്പുണ്ട്. ഞാൻ ലോഗിൻ ചെയ്തതിൻ്റെയാണ്, വേറെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തതിൻ്റെ. ഇനി ഇതിനകത്ത് ക്രിപ്റ്റോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ബൈ സെയിൽ, ക്രിപ്റ്റോ വാങ്ങിക്കാനോ അല്ലെങ്കിൽ സെല് ചെയ്യാനോ, അങ്ങനെ കോയിൻസ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇടയ്ക്കിടാറുണ്ട്. ഇന്ന കോയിൻസ് നമുക്കിപ്പോൾ മൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കോയിൻ മൈൻ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാനോ സെല് ചെയ്യാനൊക്കെ ഈ പറഞ്ഞ പേപ്പാൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഒരാൾക്ക് നമുക്ക് എമൗണ്ട് സെൻഡ് ചെയ്യാനാണെങ്കിൽ അയാളുടെ യൂസർ നെയിമോ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഈവൻ നമ്പറോ മതി, നമുക്ക് പേപ്പാലിൻ്റെ ഐ ഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് റിക്വസ്റ്റ് അയക്കാം, ഗൂഗിൾ പേയിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാം. ദെൻ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനും. ഇനി ഫണ്ട് റൈസേഴ്സിനൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ആണെങ്കിലും പേപ്പാൽ തന്നെയാണ് ഉപയോഗിക്കുക കൂടുതലും. പിന്നെ നമ്മുടെ വാലറ്റ് ഓപ്ഷൻസ്, നിലവിൽ എൻ്റെ പ്രിഫേർഡ് ആയിട്ടുള്ള വാലറ്റ് ഞാൻ എപ്പോഴും കൊടുക്കുന്നത് പേപ്പാലിലേക്ക് തന്നെ വരുത്തിയിട്ട് അവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അല്ലാതെ ഡയറക്റ്റ്ലി അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യുന്നില്ല. പകരം പേപ്പാൽ കൊടുത്തിട്ട് പേപ്പാൽ കൊടുക്കുമ്പോൾ മെച്ചമെന്ന് വെച്ചാൽ പേപ്പാൽ ഐ ഡി മാത്രമേ അവിടെ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിൽ വരുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു ബാങ്ക് അക്കൗണ്ടും അവിടെ കണക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ആക്ടിവിറ്റി റിപ്പോർട്ടുകളൊക്കെയാണിത്. ഞാൻ എമൗണ്ട് റിസീവ് ചെയ്തത്, ഞാൻ പിന്നെ അത് വിഡ്രോ ചെയ്തത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ലിസ്റ്റ് ഓഫ് സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അത് എടുക്കുന്നത്. ഞാൻ കുറേ എമൗണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന പേപ്പാലിനെ കുറിച്ചുള്ള ഇത് ലാസ്റ്റ് 90 ഡേയ്സിലെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇത്രയുള്ളൊരു പേപ്പാൽ അക്കൗണ്ടൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്ക് പേപ്പാൽ വഴി റിസീവ് ചെയ്യാൻ പറ്റും. പുതിയ വലിയ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ പേപ്പാൽ അക്കൗണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി അറിയില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ പുതിയ ആപ്ലിക്കേഷൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.